അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അളവ് കപ്പിലാണ് റവ അളന്നെടുത്തിട്ടുള്ളത്. അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസിന്റെ അളവിൽ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് റവയ്ക്ക് 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് റവയ്ക്ക് 1/4 ഗ്ലാസ് മൈദ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പും റവയും മൈദയായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സാധാരണ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അത്രയും സോഫ്റ്റായിട്ട് കുഴയ്ക്കണ്ട, നല്ല കട്ടിക്കൊന്ന് കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന ഓരോ റവയ്ക്കും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ എനിക്കിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് സോഫ്റ്റാക്കി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ റവയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2-3 മിനിറ്റെങ്കിലും നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഇതുപോലെ വേണം മാവ് റെഡിയാക്കി എടുക്കുക. ഇനി മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റവയല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നനഞ്ഞ കോട്ടൺ തുണിയോ വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഇപ്പം ഞാൻ ഒരു 5 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മാഷർ വെച്ചിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങിന്റെ മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കാം. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ചോപ്പറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അരിഞ്ഞെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് കൊടുക്കാം. അരിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് നിർബന്ധമൊന്നുമില്ല. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. വിനാഗിരിക്ക് പകരം 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഞെരടിയെടുക്കുക. സവാളയൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അതാ സവാള നന്നായിട്ട് ഞെരടി ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. മാവ് വീണ്ടും ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 2 ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള 2 ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1 ഉരുള മാവ് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇതിൻ്റെ പുറം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വയ്ക്കുക. നമ്മൾ ഉരുട്ടിയെടുത്ത 1 ഉരുള മാവ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പൊടി മാവൊന്നും തൂറ്റേണ്ട ആവശ്യമില്ല. ചെറിയൊരു കനത്തിന് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയ ഒരു കനത്തിൽ പരത്തിയെടുക്കുക. ഒരുപാട് കനം കൂടി പോവരുത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അടപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന മാവ് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ കടായിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1/4 ഭാഗത്തോളം മാത്രമേ എണ്ണ എടുക്കാവൂ. അപ്പം നമ്മൾ പരത്തി ഷേപ്പ് ചെയ്തെടുത്ത പൂരി ഈ കുഴികളിലങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഗുണ്ട് മണി പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്ക് 2 സൈഡും ഒരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ തയ്യാറാക്കി ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാത്തിലും ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു വന്നോളും. ഇനി ബാക്കി വന്ന കുറച്ച് മിക്സ് പൊട്ടിച്ചെടുത്തപ്പോൾ ബാക്കി വന്ന മിക്സ് നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച സാലഡിലേക്ക് അങ്ങ് ചേർക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സാണ്. ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. ഒന്ന് ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പൂരിയില്ലേ, ചെറിയ പൂരി, ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പൂരി ഇതിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അകം ഫുള്ള് കവർ ചെയ്യേണ്ട, ഈ ഒരു ഭാഗം, ആ പൂരിയുടെ ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാലഡ് നിറച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച സാലഡ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സാലഡ് ഒന്ന് നിറച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് സേവ് ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം എടുത്തത് ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങ് കോട്ട് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടിയുള്ള തൈര് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കട്ടിയുള്ള തൈര് കട്ടകളെല്ലാം ഉടച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രീൻ ചട്നി ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുളി വെച്ചിട്ടുള്ള സ്വീറ്റ് ചട്നി ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു പിഞ്ച് എല്ലാത്തിലും കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സേവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പോമഗ്രാനൈറ്റ് മാതള നാരങ്ങ കുറച്ചിട്ട് കൊടുക്കുക. ബാക്കി വന്ന പൂരിയിൽ നമുക്ക് സാലഡ് നിറച്ചു കൊടുക്കാം. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്